വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ആ വളരെ പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഈ അദാനിയുടെ ഓഹരി കൈമാറ്റം, MSCക്ക് 49% ഓഹരി കൈമാറാനുള്ള നീക്കം, അത് വലിയ വിവാദമാകുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനത് അറിഞ്ഞിട്ടില്ലായിരുന്നു, അറിഞ്ഞ ഉടൻ തന്നെ അദാനിയെ അതൃപ്തി അറിയിച്ചുവെന്നാണ്. എന്നാൽ വിവരാവകാശ രേഖ കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നല്ലോ. ആ വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി അങ്ങനെ ഒരു അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടേ ഇല്ല എന്നാണ്. അതുമാത്രമല്ല, വിവരാവകാശം നൽകിയപ്പോൾ വിവരങ്ങൾ പൂർണ്ണമായി മറച്ചുവെക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ കള്ളക്കളിയും ആ വാർത്തയുടെ കൂടെ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ചയിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. അതെന്താണെന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ ലഭിക്കാൻ പണമടച്ച് അപേക്ഷകനായ കോട്ടയം സ്വദേശി കൃഷ്ണൻ മോട്ടി കോട്ടയം ട്രഷറിയിലാണ് വിശദമായ രേഖ ലഭിക്കാൻ 99 രൂപ വേണമെന്ന നിർദ്ദേശപ്രകാരം ആ തുക അടച്ചത്. നിയമപരമായി ലഭിക്കേണ്ട രേഖകൾ ലഭിച്ചില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുമെന്നാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻ മോട്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. എന്നാൽ ആ അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി നൽകാതെ സർക്കാർ സംവിധാനങ്ങൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. പക്ഷേ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് കൃഷ്ണൻ മോട്ടി. ഇപ്പോൾ കൃഷ്ണൻ മോട്ടി എനിക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണൻ, ഈ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ആദ്യം ലഭിച്ച മറുപടിയിൽ എന്താണ് വ്യക്തമാക്കിയിരുന്നത്? ആദ്യത്തെ മറുപടിയിൽ എനിക്ക് തന്നത് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ചെലാൻ അടച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകാമെന്നായിരുന്നു ആദ്യം ലഭിച്ച മറുപടി. അതിനോടൊപ്പം തന്നെ ചോദ്യം 4 പരാമർശിച്ച ചോദ്യത്തിന് സർക്കാർ ഈ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചട്ടവിരുദ്ധമായി നടന്നുകൊണ്ട് തന്നെ ഇതിനെ അദാനിക്ക് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനോ കത്തോ നോട്ടീസോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അതിന് അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രകാരം ഇല്ല, ഇവിടെ നിന്ന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൃഷ്ണൻമൂർത്തിയോട് കൂടുതൽ രേഖകൾ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അണ്ടർ സെക്രട്ടറി ഫോണിൽ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 പ്രാവശ്യം അണ്ടർ സെക്രട്ടറി നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തല്ലോ. അപ്പോൾ ആദ്യ സമയത്ത് അണ്ടർ സെക്രട്ടറി പറഞ്ഞത് ഏകദേശം 340ഓളം പേജുകളുണ്ട്, ആ പേജുകൾ മുഴുവൻ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻമുട്ടി പറയുന്നത് ആ പേജുകൾ മുഴുവൻ കിട്ടിയില്ലെങ്കിലും പ്രധാനപ്പെട്ട പേജുകൾ വേണമെന്നായിരുന്നല്ലോ. അപ്പോൾ അത് നൽകാമെന്നാണോ അണ്ടർ സെക്രട്ടറി അന്ന് അറിയിച്ചിരുന്നത്? ഇത് മറുപടി എനിക്ക് കിട്ടുന്നത് 3-ാം തീയതിയാണ്. 8-ാം മാസം 3-ാം തീയതിയാണ് എനിക്ക് മറുപടി കിട്ടുന്നത്. ഈ കോൾ ആദ്യം വരുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള 340ഓളം പേജുകളുണ്ട്, ഇത്രയും വേണ്ടി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിന് എത്രമാത്രമാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ സംസാരിച്ചു. ആ സംഭാഷണത്തിൽ പറഞ്ഞ പോലെ തന്നെ സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു പ്രധാനപ്പെട്ട നോട്ടുകൾ തരാം എന്നുള്ളതും ഈ ഫീ അടച്ചു കഴിഞ്ഞാൽ തരാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം 3-ാം തീയതി എനിക്ക് ഈ ലെറ്റർ വീട്ടിൽ ഒഫീഷ്യലായിട്ട് കിട്ടുകയും തുടർന്ന് 9-ാം തീയതി എന്നെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഫീസ് അടച്ചോ എന്ന് ആവശ്യപ്പെടുകയും, ഫീസ് അടച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ 2 ദിവസത്തേക്കൊന്ന് പെൻഡിങ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം പറഞ്ഞിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം, അതായത് 9-ാം തീയതിക്ക് ശേഷം 13-ാം തീയതി എനിക്ക് ഒരു മെയിലായിട്ട് അയച്ചു തരുന്നത് ഈ വിവരങ്ങൾ നൽകാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സംഭാഷണത്തിനകത്ത് അണ്ടർ സെക്രട്ടറി പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രേഖ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൂടി ലഭിക്കും, അതുകൂടി ലഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകാമെന്നല്ലേ അറിയിച്ചിരുന്നത്? തീർച്ചയായിട്ടും 9-ാം തീയതിയിലെ കോളിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു പേപ്പർ മിസ്സാണ്, അതുകൂടി കിട്ടിയതിന് ശേഷമേ നമുക്ക് ഫീസിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് അപ്പം പറയാം, ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം, അത് പ്രകാരം പറഞ്ഞതിന് ശേഷം അടച്ചാൽ മതിയെന്നാണ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. എന്ത് പേപ്പറാണ് അല്ലെങ്കിൽ എന്ത് രേഖയാണ് മിസ്സായത് എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ധാരണ കൃഷ്ണൻമുട്ടിക്കുണ്ടോ? ഇല്ല, ഞാൻ അതിൻ്റെ പേരിലൂടെ ചേർത്ത് ഇനിയും ഒരു ഞാൻ അടുത്ത നടപടിയിലേക്ക് കടക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒഫീഷ്യലി ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കത്തിൽ മറുപടി നൽകാമെന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് ആധികാരികമാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെല്ലാൻ അടച്ചിരിക്കുകയാണ്. അതായത് ആദ്യം നൽകിയ വിവരാവകാശമുള്ള മറുപടിയിൽ ചെല്ലാൻ നിശ്ചിത അക്കൗണ്ടിലേക്ക് പൈസ അടച്ച് അതിൻ്റെ ചെല്ലാൻ്റെ ഒറിജിനൽ രേഖ നേരിട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നൽകാമെന്നാണ് അറിയിച്ചിരുന്നത് അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്ത് നടപടിക്രമമാണ് കൃഷ്ണൻമുട്ടി സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ ഇന്ന്, അതായത് 17/8/2026 കോട്ടയം സബ് ട്രഷറി തന്നെ ഡയറക്റ്റ് പോയിട്ട് 007060011899 എന്ന് പറയുന്ന അവർ നൽകിയിട്ടുള്ള നമ്പറിൽ അക്കൗണ്ട് നമ്പറിലേക്ക് ചെലാൻ അടച്ചിട്ടുണ്ട്. എത്ര രൂപയുടെ ചെലാനാണ് അടച്ചത്? 99 രൂപയുടെ ചെലാനാണ് അടച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്ന ആ എമൗണ്ട് തന്നെയാണ് അടച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഇത് ഒഫീഷ്യലി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളേക്ക് അണ്ടർ സെക്രട്ടറിയുടെ ടേബിളിലേക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരിക്ക് മുമ്പിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം എനിക്ക് നിയമപ്രകാരം, അതായത് വിവരാവകാശ നിയമപ്രകാരം നൽകാമെന്ന് പറഞ്ഞ മറുപടിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഇനി അത് നൽകാതെ എന്തെങ്കിലും ഒളിച്ചുകൾ നടത്തുകയാണെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? അല്ല, ഞാനിതിൽ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ, അതായത് 1-ാം തീയതി നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കൊടുത്ത മറുപടിയിൽ ജനങ്ങളോട് മുഴുവനായി പറയുന്നത് ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ച് അതൃപ്തി അറിയിക്കാനായിരുന്നെങ്കിൽ ഇതിന് കുറച്ച് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അതൃപ്തി അറിയിക്കാനായിട്ട്. എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തില്ല? ശരിക്കും നിയമപ്രകാരം ഒരു സർക്കാർ അതോറിറ്റിയെ അറിയിക്കുന്ന ഒരു വിവരപ്രകാരം അദാനി കത്താണ് കൊടുത്തത്. അപ്പോൾ സർക്കാരും ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ കത്താണ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല, നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയം നൽകിയിട്ടുള്ളത്. ഇതിന് വ്യക്തമായ മറുപടി കിട്ടുന്നോളം വരെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ഇനിയും വിവരാവകാശങ്ങൾ ഇതിൻ്റെ കുറേ ചോദ്യങ്ങളായിട്ട് ആവർത്തിച്ച് ഇതിന് കൃത്യമായി തന്നെ മറുപടികൾ നേടിയെടുക്കാനാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ എന്തെല്ലാം ഒളിച്ചുകൾ നടത്തിയാലും വിവരാവകാശ നിയമപ്രകാരം നിയമപരമായി കിട്ടേണ്ട മറുപടി ലഭിക്കും വരെ മുന്നോട്ട് പോകാനാണ് കൃഷ്ണൻ മോട്ടിയുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.